ബിഫോർ ബിസിനസ് കോൺക്ലേവ് തുടരുകയാണ്. ഇപ്പോൾ റെഡ് കാർപ്പറ്റിൽ എനിക്കൊപ്പം മറ്റൊരു അതിഥി കൂടി ചേരുന്നു. മെഴ്സിലീസ് ഐസ്ക്രീംസ് MD ജോസഫ് എം കടുമ്പക്കാട്ടിൽ. ഹായ് സർ. ബിസിനസ് കോൺക്ലേവിൽ വന്നിട്ട് ഒരുപാട് അല്ലെങ്കിൽ പുതിയതല്ല, നേരത്തെ ഉള്ള സംരംഭകരെ ഒരുമിച്ച് കാണാൻ പറ്റുന്നു, അവരുടെ ആശയങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുന്നു. ഇത്തരം കോൺക്ലേവിനെ കുറിച്ച് എന്താണ് ആദ്യം പറയാനുള്ളത്? ആദ്യമായിട്ട് 24 ന്യൂസ് ബിസിനസ് കോൺക്ലേവിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിൽ സാമ്പത്തിക വളർച്ചയെപ്പറ്റി ഉള്ള ഒരു ചർച്ച തന്നെ സംഘടിപ്പിക്കുകയും അതിൽ തന്നെ പ്രമുഖരായ വ്യക്തികളെ ഉൾപ്പെടുത്തിയുള്ള ഒരു സംവാദ പരിപാടി നമുക്ക് വളരെയധികം ഭാവിയിലുള്ള വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടും 24 ന്യൂസിന് ഇതൊക്കെ സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സർ. ഇപ്പം മെഴ്സിലീസിൻ്റെ ഒരു കാര്യം, ഇപ്പം നമുക്കറിയാം, മാർക്കറ്റിലേക്ക് ഒരു പുതിയ കമ്പനി വരുമ്പോൾ അതിന് പെട്ടെന്നൊരു സ്വീകാര്യത ഉണ്ടാണെങ്കിൽ എന്താണ് വെറൈറ്റി, അതാണ് കസ്റ്റമേഴ്സ് ചോദിക്കുന്നത്. ഇന്നോവേറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മെഴ്സിലീസിൻ്റെ ഒരു ബിസിനസ് ജേണി എങ്ങനെയാണ്? ഒരു ഐസ്ക്രീം കമ്പനിയെ വിജയിപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും നല്ല ഇന്നോവേഷൻ ആവശ്യമാണ്. മെഴ്സിലീസിൻ്റെ വളർച്ചയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് നാച്ചുറൽ കളറും ഫ്ലേവറും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐസ്ക്രീമിൽ. അതൊന്ന് കട്ട് ചെയ്തോട്ടെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബിസിനസ് ജേണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊരു മാർക്കറ്റിലേക്ക് ഒരു പുതിയ കമ്പനി വരുന്ന സമയത്ത് അതിന് പെട്ടെന്നൊരു ആക്സെപ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ വെറൈറ്റി എന്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ആദ്യം ആലോചിക്കുക. അങ്ങനെയെങ്കിൽ മെഴ്സിലീസിൻ്റെ ഒരു ബിസിനസ് ജേണി അതിനെക്കുറിച്ച് എന്താണ്? ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും നല്ല ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ മാർക്കറ്റിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഞങ്ങൾ ഐസ്ക്രീം ഫീൽഡിലേക്ക് വന്നപ്പോൾ സിന്തറ്റിക് കളറും ഫ്ലേവറുമായിട്ടുള്ള ഐസ്ക്രീമായിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. അത് നാച്ചുറൽ കളറും ഫ്ലേവറും ആക്കാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് സാധിച്ചു. 2 വർഷം മുമ്പ് വേൾഡിലെ തന്നെ ഫസ്റ്റ് റെസിപ്പി ആയിട്ടാണ് മെഴ്സിലീസ് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും കൊണ്ടും കൂടി അവതരിപ്പിക്കാൻ സാധിച്ചതെന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. കാരണം ലോകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ പ്രോഡക്റ്റിനെ ഞങ്ങൾക്ക് മാറ്റാൻ സാധിച്ചു. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഐസ്ക്രീമായിട്ട് ആണ് നമ്മളതിനെ സോഫ്റ്റായിട്ടുള്ള ഐസ്ക്രീമായിട്ട് മാറ്റാനും മറ്റുള്ള കഴിക്കുന്നവർക്ക് ഒരു നല്ല ഫീല് കൊടുക്കാനായിട്ടും മെഴ്സിലീസ് ഐസ്ക്രീമിന് സാധിച്ചിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ടും ഒരു പുതിയ ഐറ്റം ഈ 2 മാസത്തിനുള്ളിൽ നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതും എനിക്ക് തോന്നുന്നു ലോകത്ത് മറ്റാരും പെട്ടെന്ന് ചെയ്തിട്ടില്ല എന്നാണ് നമ്മളുടെ ഒരു സർവേ റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എത്രയും പെട്ടെന്ന് ഒരു 1-2 മാസത്തിനുള്ളിൽ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. So that was Mersilies Ice Creams MD Mr. Joseph M. Kadumbukatil.